നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ വീടിന്റെയും വീട്ടിലുള്ള സർവ്വ സാധനങ്ങളുടെയും 70% അവകാശി ദേവിക മോള. 70% അവകാശം ഇവർക്കോ? അച്ഛൻ എന്തായി പറയുന്നേ? പൊന്നു മോളെ, അച്ഛന് 5-8 പെട്രോൾ പമ്പും വലിയ ഫ്ലാറ്റും ഒന്നുമില്ല. ആകെയുള്ളത് ഈ വീടും പറമ്പും. പിന്നെ നിന്റെ ശരത്തേട്ടൻ ഉണ്ടാക്കി തന്ന കുറച്ച് കടവും. അപ്പൊ സുധിക്കുള്ളതും എനിക്കും പാർവതിക്കും ഉള്ളതും എല്ലാം ചേർത്ത് ഞാനേ ദേവികമ്മയുടെ പേരിൽ അങ്ങ് എഴുതി വെക്കാൻ പോവും. ബാക്കിയുള്ള നിന്റെ വീതം അത് നിനക്ക് തന്നെ നന്നാക്കാം. അങ്ങനെ എല്ലാരും എടുത്തു കഴിഞ്ഞ് മിച്ചം വെച്ചതൊന്നും എനിക്ക് ശരത്തേട്ടനും വേണ്ട. ഇതിപ്പോ ഇറച്ചി യജമാൻ തിന്നിട്ട് എല്ലും കഷ്ണം പട്ടി കെട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ശരത്ത് മോനെ ആരായിട്ട് വേണേലും ഉപമിക്കാം. എന്റെ മോളെ ഇഷ്ടപ്പെടാനും കല്യാണം ആലോചിക്കാനും കുടുംബജീവിതം സ്വപ്നം കാണാനും ഒന്നും ഞാൻ ശരത്ത് ബോനോട് പറഞ്ഞില്ലല്ലോ. അത് നിന്റെ തീരുമാനം. ശരത്തിനെ തിരിച്ചിഷ്ടപ്പെട്ടത് നിത്യമോടെ സ്വാതന്ത്ര്യം. രണ്ടുപേരും പ്രായപൂർത്തിയായവരും സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയുള്ളവരുമല്ലേ. അപ്പോ അവരവരുടെ ജീവിതം അവരവർ തന്നെ അങ്ങ് ഉണ്ടാക്കണം. അതാ വേണ്ടത്. മനോഹരേട്ടാ മതി. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കട്ടെ പാർവതി. ഇല്ലെങ്കിലേ ഇവര് മലർപ്പൊടിക്കലവും തലയെ വെച്ച് ഈ വീടും സ്ഥലവും പറമ്പിൽ നിൽക്കുന്ന ചേമ്പും ചേനയും വരെ കിട്ടുമെന്ന് കരുതി ഇവര് സ്വപ്നം കണ്ട് കിടന്നുറങ്ങും. ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായല്ലോ. അപ്പൊ ഇതാണ് എന്റെ തീരുമാനം. പിന്നെ എന്തായാലും നിത്യമൊക്കെ ഞാനൊന്നും കൊടുക്കാതിരിക്കത്തില്ല. നിത്യമോക്കുള്ളതെല്ലാം ശരത്ത് മോന്റെയും കൂടാ. എന്നാ പിന്നെ പാർവതി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. എന്താന്നറിയില്ല, മനസ്സ് നിറഞ്ഞ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വിശപ്പ്. അങ്ങനെ കുറുന്തോട്ടിക്കും വാദം പിടിച്ചു. മനസ്സിലായില്ല. അല്ല, ഡോക്ടർ നിരഞ്ജൻ സാറും അസുഖം വന്ന് കിടപ്പിലായല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. അസുഖത്തിന് അങ്ങനെ വ്യത്യാസങ്ങൾ വല്ലതുണ്ടോ സാറേ? മതമില്ല, ജാതിയില്ല, ദേശകാല ഭേദങ്ങളില്ല, വലിപ്പച്ചെറുപ്പമില്ല. എനിക്കങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. ബി.പിയിൽ ചെറിയൊരു വേരിയേഷൻ, പിന്നെ ബ്ലഡിലെ ടോട്ടൽ കൗണ്ട് ഒന്ന് കുറഞ്ഞു. വൈറൽ പനിയുടെ ചെറിയ തുടക്കവും, അത്രേ ഉള്ളൂ. ഞങ്ങളത് വിശ്വസിച്ചോട്ടെ സാറേ. വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. നിരഞ്ജൻ ഡോക്ടർക്ക് മുകളിലൊരു ഡോക്ടർ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ വല്ലാത്തൊരു വർഗബോധം ഡോക്ടർമാർക്കിടയിൽ ഉണ്ടെന്നും അറിയാം. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ രോഗം അഭിനയിച്ച് കിടക്കാണെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ജയിലിന്റെ മതിലിന് പുറത്ത് കിടന്നതോടെ ഒന്ന് രക്ഷപ്പെട്ട് കളയാന്നുള്ള ചിന്ത മനസ്സിൽ വരരുത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ചാടിപ്പോകുന്നു? അയ്യോ, CI സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ചിന്ത സാറിന്റെ മനസ്സിൽ വരരുതല്ലോ. തോന്നില്ല. തോന്നാനാണെങ്കിൽ എനിക്ക് സ്വയം അകത്ത് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓക്കെ ഡോക്ടർ. ഡോക്ടറുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. എന്നാലും എന്റെ വല്യക്ക, ഇത് ഇച്ചിരി കൂടിയ കൈവശമായിപ്പോയി. ആ ഉണ്ടക്കണ്ണി എന്ത് മന്ത്രം ജപിച്ചിട്ടാണോ മനോഹരനെയും പാർവതിയും പാട്ടിലാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഉള്ളതെല്ലാം കൂടെ മനോഹരൻ അവളുടെ പേരിൽ എഴുതി വെക്കും.
അവൾ ആ വക്കീലിന്റെ കൂടെ പോകുകയും ചെയ്യും. അവസാനം വയ്യാത്ത വല്യക്കനെ താങ്ങിപ്പിടിച്ച് നമ്മൾ എല്ലാരും കൂടെ റോഡിൽ ഇറങ്ങുകയും ചെയ്യും. അതിന് അവര് ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഇല്ല, ഞാൻ കൊല്ലും തിന്നൊക്കെ പറയാൻ എളുപ്പോ. കൊന്നിട്ട് നീ ജയിലിൽ പോയി കിടന്ന നമുക്കൊരു ജീവിതം ഉണ്ടാവൂ? ആ അതെ, അതല്ലാതുള്ള വഴി നോക്കണം. അതെ, ഇപ്പൊ മനോഹരനോട് മയത്തിൽ സംസാരിക്കുന്നതാ ബുദ്ധി എന്നാ എനിക്ക് തോന്നുന്നേ. ഒരു നയവും ഇല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അവകാശപ്പെട്ട സ്വത്തിനു വേണ്ടി സ്വന്തം മകള് വീട്ടുപടിക്കല് സത്യാഗ്രഹം ഇരുന്ന അതിന്റെ നാണക്കേട് അച്ഛന് തന്നെയാ. വലിയ അഭിമാനിയല്ലേ? ആ വഴിയും നോക്കാം. പക്ഷേ മുത്തശ്ശി ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണം. ആ ദേവിക അടുത്തില്ലാത്തപ്പോ മതി. അത് ഞാൻ സംസാരിക്കാം. നയത്തിലും തഞ്ചത്തിലും പറഞ്ഞ് പതിയെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അതിനു മുമ്പേ അവളില്ലേ ദേവിക പൂതത്തിനെ, അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം. മനോഹരൻ തന്നെ അവളെ പുറംകാലിന് അടിച്ചിറക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം മനോഹരൻ തരാന്ന് സമ്മതിച്ചിട്ടുള്ളതേ ഇനി എഴുതി വാങ്ങിക്കാം. മറ്റവളെ പുറത്താക്കി കഴിഞ്ഞാ പിന്നെ ബാക്കി സ്വത്ത് കൂടി നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ വല്യക്കൻ പറഞ്ഞത് ശരിയാ. പയ്യെ തിന്നാൽ ഏത് പനയും തിന്നു തീർക്കാം. ഞാൻ എന്തായാലും അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ജീവിതം ദാരിദ്ര്യത്തിലാക്കിയിട്ട് സുധിയേട്ടന്റെ വിധവാന്ന് പറഞ്ഞ് ഇവിടെ പറ്റി കൂടിയിരിക്കുന്നവള് റാണിയായിട്ട് വാഴണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. സംസാരിച്ചോ കുഞ്ഞനി, പക്ഷെ വഴക്കിനൊന്നും പോവരുത്. ഞാൻ പറഞ്ഞതുപോലെ മനോഹരനും പാർവതിയും അവളെ വെറുക്കാനുള്ള വഴി കണ്ടുപിടിക്കാൻ നോക്ക്. അച്ഛനും അമ്മയും മാത്രമല്ല, ആ സിദ്ധാർത്ഥനും അവളെ വെറുക്കണം. എങ്കിലേ അവളുടെ അഹങ്കാരം തീരും. ഇപ്പൊ തന്നെ അച്ഛൻ ഈ പറഞ്ഞൊന്നും സ്വന്തം അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവള് പറഞ്ഞ് പഠിപ്പിച്ചതാ. ആ എനിക്കും അത് തോന്നി. എന്തായാലും അവളെ അങ്ങനെ ജയിക്കാൻ സമ്മതിക്കരുത്. ആ അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. എന്താ ഭാമിനിയമ്മച്ചി? ആ നീ കണ്ടോ, പഞ്ചസാരയിൽ പൊതിഞ്ഞ് കാഞ്ഞിരത്തിൻ കുരു കൊടുക്കാൻ ഈ ഭാമനിക്കറിയാം. അവളത് വിഴുങ്ങുകയും ചെയ്യും. സാരമില്ല, എനിക്കൊരു 10 മിനിറ്റ് കൂടെ താമസമുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത മെറ്റീരിയൽസ് റെഡി ആണോ എന്ന് നോക്കണം. ഞാനൊരു ടാക്സി പിടിച്ച് വന്നോളാം. അല്ല, ഡാഡി എത്താറായില്ലേ? ആ ഓക്കെ, ശരി, ഓക്കെ. ഹലോ, ഹായ് ബേബി. വണ്ടി കാത്തുനിന്ന് മുഷിയണ്ട, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പിക്ക് ചെയ്യാൻ എന്റെ ഡാഡി വരും. എവിടുന്ന്? നിന്റെ ഡാഡി ഇപ്പൊ വീട്ടിലെത്തി കാണും. ഡാഡിയും മോളും കൂടി ആശുപത്രിയുടെ റീ ഓപ്പണിംഗ് സാധ്യതകൾ തേടി കുര്യൻ വക്കീലിനെ കണ്ടതും നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നിന്റെ ഡാഡി പോയതും ഒക്കെ എനിക്കറിയാം. നിനക്ക് എന്താ വേണ്ടേ? അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ കാര്യങ്ങളുടെ വേഗതയെക്കുറിച്ച്. ഞാൻ മുമ്പോട്ട് വെച്ച ഡീൽ എന്തായി തീരുമാനം? തീരുമാനങ്ങൾക്ക് വേഗത വേണം. വെറും വേഗത പോരാ, വിമാന വേഗം. ചതിയിലൂടെ എന്ത് നേടാൻ ശ്രമിക്കുന്നതല്ലേ നിന്റെ രീതി? നീ ആ രീതിയിൽ ശ്രമിച്ചാ മതി. കൂൾ ബേബി, കൂൾ. നീ എന്തിന്റെ ധൈര്യത്തിൽ എങ്ങനെ ആവേശം കൊള്ളുന്നേ? ആരുടെ ധൈര്യത്തിന്റെ ബലത്തിലാ ഈ ധൈര്യം കാണിക്കുന്നേ? ഡോക്ടർ നിരഞ്ജൻ ജയിലിൽ പാതി തളർന്ന ശരീരവുമായി ഡോക്ടർ ജയശങ്കറിന് എത്ര വേഗത്തിൽ എത്ര ദൂരം ഓടാൻ പറ്റും? ഓടാൻ കഴിയുന്ന അത്രയും ദൂരം ഞങ്ങൾ ഓടിക്കോളാം. പക്ഷേ ഒരിക്കലും നിന്റെ മുന്നില് മുട്ടുകുത്തി യാചിക്കില്ല. ഐ ലൈക്ക്. പക്ഷേ എന്റെ പരിധിക്ക് നീ നിന്നാൽ 3 ജീവനുകളാ നിനക്ക് ഞാൻ ഓഫറായിട്ട് തരുന്നേ. നിന്റെ ഡാഡി നിരഞ്ജൻ, ശ്രുതിമോൾ. ശ്രുതിമോൾ എന്റെ മകളാണെന്ന കാര്യം
ചിലപ്പോ ഞാനങ്ങ് മറന്നുപോയിന്നിരിക്കും. അതിന് ശ്രുതിമോള് നിന്റെ മകളാണെന്ന് ആര് പറഞ്ഞു? മാതൃത്വം ഒരു സത്യവും പിതൃത്വം ഒരു വിശ്വാസമാണെന്ന് നീ കേട്ടിട്ടില്ലേ? മക്കൾക്ക് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ ആ വ്യക്തിയാണ് അവരുടെ അച്ഛൻ. ആഹാ, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നിരഞ്ജനും അയാളുടെ അമ്മയും ചേർന്ന് നിന്നെ ഇത്ര വേഗം ഇങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ഞാൻ കരുതില്ല കേട്ടോ. അക്ഷര, ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒറ്റ വാചകം മാത്രമേ ഉള്ളൂ. വിശാൽ കാണിച്ചു തരുന്ന വഴിയിൽ നീ നടന്നില്ലെങ്കിൽ നീ നടക്കുന്ന വഴിയിൽ 3 പച്ച മൺകൂനുകൾ കാണും. അതിനടിയിൽ നിന്റെ പ്രിയപ്പെട്ടവരും കാണും.